ഫാമിലി അല്ല. അവരെല്ലാം ഒരു ഒതുങ്ങി താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പം തൊട്ടടുത്ത പേരുമല കുറ്റിമൂട് വാർഡിലാണ് അവർ ആദ്യം താമസിക്കുന്നത്. ഇപ്പോൾ 10 വർഷം കൊണ്ട് ഇവിടെ വീട് വെച്ച് താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നാണ് തോന്നുന്നത്. ഒരു പ്രശ്നമുള്ളവരോ അല്ലെങ്കിൽ പയ്യന്മാർ പ്രശ്നമുള്ളവരോ ഒന്നുമല്ല. അപ്പോൾ ഇന്നിപ്പം ഒരാൺകുട്ടി വേറൊരു കാര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ ഇവൻ താക്കോല് കറക്കി ചെന്നു വന്നും. എന്നിട്ട് ഞാൻ പിന്നെ എന്താണ് ഞാൻ മച്ചാനെന്ന് വിളിച്ചിട്ടാണ് റോഡ് ക്രോസ് ചെയ്തപ്പുറത്ത് പോയത്. എന്നിട്ട് പറഞ്ഞത് ഞാൻ 2-3 പേരെ ആളെയും പറയുന്നില്ല, 2-3 പേരെ തട്ടി എന്ന് പറഞ്ഞെന്ന് അവൻ കൂളായിട്ട് പറയുകയാണ്. എന്താണ് സംഭവിച്ചത്? സംഭവം ഞാൻ ഇവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിന്ന് സമയത്ത് ഈ പയ്യനെ എനിക്കറിയാം, കൊച്ചിനാളോട്ടെ അറിയാമെന്നുള്ളൊരു പയ്യനാണ് ഈ അഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിന്ന സമയത്ത് അവൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് എന്നെ കണ്ടിട്ട് ഓടി വന്നിട്ട് മച്ചാനെ എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് ഓടി വന്നവൻ. ഞാൻ ചിന്ത പ്രശ്നം, ഞാൻ എനിക്കൊരു ഒപ്പിട്ട് ഇതാ ഇറങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് പോയതാണ്. പിന്നെയാണ് അകത്ത് കയറിയപ്പം അകത്തുനിന്ന് പറയുന്നത് ഇങ്ങനെ 6 പേരെ ഇങ്ങനെ തീർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ ആൾ നല്ല കൂളായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വെച്ചാൽ ഒരു പേടിയില്ല, ഒന്നുമില്ല. ഞാൻ കയറിയിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ്. പിന്നീട് കാണുന്നത് ഇതൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നൊരു 6:30 സമയത്തായിരുന്നു അവൻ ഒറ്റയ്ക്ക് വന്നത്. റോഡ് ക്രോസ് ചെയ്ത് ആദ്യം ഒറ്റയ്ക്ക് വന്നത് അവൻ ബൈക്കിലായിരുന്നു. അവൻ ചാവി ഇങ്ങനെ കറക്കി വന്നു, അത്രയും കൂളായിട്ട് വന്നു. എൻ്റെ അടുത്ത് പണ്ടൊട്ടേ സംസാരിക്കുന്നവന് അവൻ ആദ്യം എങ്ങനെയായിരുന്നു, ഇപ്പോഴും അതൊക്കെ എന്നോട് സംസാരിച്ചത്. സംസാരിച്ചോളായിരുന്നു. ഇല്ല, അതൊന്നും അറിയത്തില്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് വിദേശത്തൊക്കെ ആയിരുന്നു. വിദേശത്ത് പോണതിന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ പോയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പഴയതുപോലെ എങ്ങനെ അതൊക്കെ ഇപ്പോഴും സംസാരിച്ചാൽ പിന്നെ ഞാൻ തന്നെ ആ പടം അന്തം വിട്ടിരിക്കുക. പെൺകുട്ടിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള കാര്യം ആരും പറഞ്ഞില്ല. പറഞ്ഞിട്ടില്ല. ഇന്നാണോ കൊണ്ടുവന്നത്, ഇന്നലെ കൊണ്ടുവന്ന ഒന്നും അറിയില്ല. ഇല്ല, അങ്ങനെയൊന്നും അറിയത്തില്ല. അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് സ്റ്റേഷനിൽ വന്നാൽ അത്രയ്ക്ക് ഹാപ്പി ആയിട്ട് ഞാൻ കയറി ഒപ്പിട്ടിട്ട് ഇതാ വരണം എന്നും പറഞ്ഞുകൊണ്ട് കയറിയത്. അവൻ സ്റ്റേഷൻ ഇത് ചെയ്തിട്ട് ഇത് പറയാൻ കാര്യം പറയേണ്ടി വന്നതാണ്. ഇങ്ങനെ 6 പേരെ കൊന്നിട്ടുണ്ട്. എൻ്റെ അടുത്ത് 4 വർഷം എൻ്റെ വാർഡിലാണ് താമസം. എൻ്റെ വോട്ടറാണ്. ഞാൻ ഇവിടുത്തെ കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ എൻ്റെ വോട്ടറാണ്. അപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഞാൻ ആശാവർക്കറാണ്, എപ്പോഴും പോണ കുടുംബം. അപ്പോൾ ഇവരിങ്ങോട്ട് താമസം മാറിയപ്പോഴാണ് വേറെ ഏരിയ ആയത്. അതുവരെ നമുക്ക് നല്ല അറിവുള്ള കുട്ടികളാണ്. കാരണം കൊച്ചുങ്ങൾ പോലും അങ്ങനെ ഒരു പ്രശ്നക്കാരോ അന്ന് നമുക്ക് തോന്നിയിട്ടില്ല. വീട്ടിൽ പ്രശ്നമൊക്കെ ബഹളം വയ്ക്കുകയോ അങ്ങനെ നല്ല ഒതുങ്ങിയ പ്രകൃതം, നമസ്കരിക്കും, പള്ളിയിൽ പോകും, നമ്പൂടിക്കും, അങ്ങനെ ഒരു സാധാരണക്കാരൻ നല്ല കുട്ടികളായിരുന്നു. അപ്പം ഒരു കുഴപ്പവും നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം, ഇപ്പോൾ വലുതായതിനു ശേഷം ഞാൻ കുറേ നാൾ കൊണ്ട് കാണാറില്ല. വഴിയിലൊക്കെ വെച്ച് കാണേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ചിരിക്കും. അപ്പം ഏതുവരെ പഠിച്ചിട്ടുണ്ട്? അപ്പം ഡിഗ്രി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഗ്രി ആണെന്നാണ്. എൻ്റെ മകൻ്റെ സീനിയറാണ്, 1 വർഷത്തെ സീനിയറാണ്. അപ്പം കൂടെ പഠിച്ചതാണ്, കാണാറുണ്ട്. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞാന്ന് എനിക്കറിയില്ല. അപ്പൻ്റെ ഉമ്മയൊക്കെ സംസാരിക്കും. എൻ്റെ പേര് മുഹമ്മദ് അലിഫ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്. ഈ കൊലപാതകം നടത്തിയതിനു ശേഷം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കുറ്റസമ്മതം നടത്തുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ, അഫാന്റെ പ്രതികരണങ്ങൾ കണ്ട സുഹൃത്താണ് നമ്മളോട് പ്രതികരിച്ചത്. വളരെ കൂളായി, ഏറ്റവും സ്വാഭാവികമായി സാധാരണ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്ന രീതിയിൽ അളിയ എന്ന് വിളിച്ച് താക്കോൽ കൈവിരലിൽ ചുട്ടിക്കറക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കയറിപ്പോകുന്ന അഫാനെയാണ് അലിഫ് കണ്ടത് എന്നാണ് പറയുന്നത്. അല്ലെ അലിഫ്, ആ രീതിയിലായിരുന്നു പ്രതികരണം? അതെ, ആ രീതിയിലാണ് പ്രതികരണം. അതെന്ന് വെച്ചാൽ ആ നാളെ നല്ല ഹാപ്പി ആയിട്ടായിരുന്നു. സ്റ്റേഷനിൽ കയറിയിട്ട് അളിയെ ഒപ്പിട്ടിട്ട് ഇതാ വരുമെന്ന് പറഞ്ഞുകൊണ്ട് കയറിയതാണ് സ്റ്റേഷനിൽ. അപ്പോഴാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത് അറിയുന്നത്. എന്നിട്ട് നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് ഞാൻ അവിടെ വെച്ച് കണ്ടായിരുന്നു. കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, അടുത്ത് പോയി, എന്താണ് സംഭവം, എന്താണ് നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞ്, ഇല്ല ഞാൻ ഒരു 3-4 പേരെ കൊന്ന് എന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അഫാൻ അങ്ങനെ പറഞ്ഞായിരുന്നു. അങ്ങനെ പറഞ്ഞ് സ്റ്റേഷൻ്റെ അകത്ത് വെച്ചാൽ പറഞ്ഞത്. ആരൊക്കെയാണെന്ന് പറഞ്ഞിരുന്നു? ആരൊക്കെയെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ചെയ്തു പോയി എന്ന് ഇങ്ങനെ 3-4 പ്രാവശ്യം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. കുറ്റബോധമുള്ളതുപോലെയാണ്? കുറ്റബോധമില്ല. അവൻ ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ 3-4 പേരെ കൊന്നു, 6 പേരെ കൊന്നു എന്നിങ്ങനെ ഒരു 3-4 വട്ടം ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത്രേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് നമുക്ക് തോന്നുന്ന സ്റ്റേഷനിൽ പറ്റില്ല. സ്റ്റേഷനിലല്ലേ, നമുക്ക് തോന്നുന്ന ചോദിക്കാൻ പറ്റത്തില്ല. പോലീസ് പറയുന്നു എലിയൂഷൻ കഴിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവനെ കണ്ടിട്ട് അവൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടിട്ട് ഒരു വേറെയിലും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു നോർമൽ ബോയ് എങ്ങനെയാണ് വന്നിട്ട് ചോദിക്കുന്ന അതുപോലെയാണ് അവൻ്റെ അടുത്ത് ഓടി വന്നിട്ട് അളിയാന്ന് വിളിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറിയത്. അപ്പോൾ എനിക്ക് സ്റ്റേഷൻ്റെ വെളിയിൽ നിന്നുകൊണ്ട് അവനെ കാണാനുള്ള അവസരം കിട്ടി. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അലിഫാണ് തൊട്ട് മുമ്പ് ഈ കുറ്റസമ്മതം പോലീസിനോട് നടത്തുന്നതിന് തൊട്ട് മുമ്പ് അഫാനെ കണ്ട സുഹൃത്ത് അലിഫാണ് നമ്മളോടൊപ്പം ഇപ്പോൾ സംസാരിച്ചത്. സ്വാഭാവികമായി താൻ 3-4 പേരെ കൊന്നിട്ടുണ്ട് എന്ന് സാധാരണ ഒരു സംഭവം പോലെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു പോകുന്ന അഫാനെയാണ് സുഹൃത്തുക്കൾ കണ്ടത് എന്നുള്ളത്.